നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 ശനിയാഴ്ചയാണ്. മിഥുനം 7. ഇന്ന് നിരവധി പ്രധാന വാർത്തകളുണ്ട്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. എല്ലാ വാർത്തകളിലേക്കും പോകാം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. I stand before this august body to remind you of the legal and ethical responsibility each and every state member and observer of the Human Rights Council has to stand up against this grave injustice. Israel has launched an unprovoked aggression on Iran in stark violation of Article 2, Paragraph 4 of the Charter and in bold defiance of all the principles and rules that this Council stands for. This is an unjust war imposed on my people since early hours of Friday 13 June, when Israel perpetrated a mix of unlawful and criminal operations against off-duty military personnel, university professors, and ordinary people. ജനീവ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും ഇറാൻ യൂറോപ്പുമായല്ല അമേരിക്കയുമായി ചർച്ച നടത്താനാണ് താൽപര്യപ്പെടുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം UN-ൽ വിവിധ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ആണവ വികിരണം ഉണ്ടാകുമെന്നും നിരവധി പേരെ കിലോമീറ്ററുകളോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്നും ഒക്കെയുള്ള മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇറാൻ പല കാര്യങ്ങളും UN-ൽ അപലപിക്കുകയുണ്ടായി. എല്ലാ വിശദാംശങ്ങളുമായി പറയും. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ നിലപാടും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ആണവ ഏജൻസി തന്നെ പറയുന്നുണ്ട്, ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും. ഇറാൻ ഇന്ന് യൂറോപ്യൻ യൂണിയൻ മുൻകൈയെടുത്ത് ജനീവയിൽ നടത്തിയ ചർച്ചകൾ വിജയം കണ്ടില്ല. യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ പോലും ഇറാന്റെ നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണം അവസാനിപ്പിക്കണം, അതുപോലെ ഇസ്രയേൽ അല്ലെങ്കിൽ ഈ യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത ഇസ്രയേലിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കണം, എന്നിട്ടും മതി ചർച്ചകളെന്നാണ്. അമേരിക്കയിൽ CNN-നുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറാന്റെ പ്രതിനിധിയും സമാന ഭാഷയിലാണ് സംസാരിച്ചത്. ഇസ്രയേലി ബോംബുകൾ ഇറാനിൽ പതിക്കുമ്പോൾ ചർച്ചകൾ അസാധ്യമാണെന്ന ഇറാനി നിലപാട് അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വീണ്ടും സംസാരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒറ്റ ഫോൺ കോളിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ഈ ഇറാൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ മജീദ് ഫർഹാനി ഇന്ന് CNN-നോട് പറഞ്ഞത്. ഇറാൻ സിവിലിയൻ ഡയലോഗിലാണ് വിശ്വസിക്കുന്നത്. ചർച്ചകൾ നേരിട്ടോ അല്ലാതെയോ ആകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ആണവ സമ്പുഷ്ടീകരണമൊക്കെ നിർത്തുന്നത് ഇറാൻ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് മജീദ് പറഞ്ഞു. എന്നാൽ ഇളവുകൾ സാധ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തടയുവാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ നയതന്ത്ര ശ്രമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ന്യൂജേഴ്സിയിലേക്ക് അദ്ദേഹം എയർഫോഴ്സ് 1-ൽ വന്ന് ഇറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇറാൻ യൂറോപ്പിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അമേരിക്കയോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇസ്രയേലിന്റെ ബോംബാക്രമണം നിർത്താൻ പറയുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രയേൽ വളരെ ശക്തമായ നിലയിൽ നിൽക്കുമ്പോഴും ഇറാൻ പതറുമ്പോഴും അത്തരം ഒരു ആവശ്യം തന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ട്രംപ് ഈ സമാധാനത്തിന്റെ ആയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പറഞ്ഞാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് അവസാനിപ്പിച്ചത് തന്റെ സംസാരം. ഒരു കാര്യം കൂടി, ദേശീയ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് തള്ളിയിട്ടും കൂടിയുണ്ടല്ലോ. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് അവർ പറഞ്ഞ ആ ഒരു കാര്യം അത് തെറ്റാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. തുൾസി ഗബാർഡിന്റെ ഈ റിപ്പോർട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൃഷ്ണ വരും ബുള്ളറ്റിനിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. ശരി, എന്തായാലും അമേരിക്കയുമായി ചർച്ച നടത്താനാണ്
ഇറാൻ താൽപര്യപ്പെടുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത മധ്യ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നു, അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം എന്നതാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹൈഫയിൽ 23 പേർക്ക് പരിക്ക്. മധ്യ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇസ്രായേൽ ഇറാൻ സംഘർഷം 9ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ 639 പേരും ഇസ്രായേലിൽ 25 പേരും മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച 8ാം ദിവസമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. മേഖലയിൽ ഉടൻ സമാധാനം പ്രസ്താവിക്കണമെന്നും അന്റോണിയോ ഗുട്ടറസ്. And to the Security Council, as the representative of the international community, I have a simple and clear message. Give peace a chance. ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് യോഗത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ ആണവ പദ്ധതി സമാധാന ആവശ്യങ്ങൾക്കാണെന്നും ഇറാൻ വാദിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇറാൻ അംബാസഡറുടെ പ്രസംഗം. The strike were planned and systematic, killing senior military officials, scientists, professors, students, doctors, artists, athletes, rescuers, and ordinary civilians, including women, children, and infants. Many died in their sleep. These children killed in their bed. എന്നാൽ സമാധാനം വിദൂരമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. ഇറാൻ ഇരവാദം ഉയർത്തരുതെന്നും ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ നിലപാടെടുത്തു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണിതെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പ് പറയില്ലെന്ന് ഇസ്രായേൽ അംബാസഡർ ഡാനി ഡെനോൺ ആവർത്തിച്ചു. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back to protect his flock. So innocent. നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. സംഘർഷത്തിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇസ്രായേൽ നടപടിയെ വിമർശിച്ച് റഷ്യ രംഗത്തെത്തി. ഗൾഫ് രാജ്യങ്ങളും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രശ്നപരിഹാരമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക് 24. ഇറാനിൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിലാണ് ഇസ്രായേൽ നിലപാട് അറിയിച്ചത്. ഇസ്രായേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ തുറന്നടിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അണിചേരുന്നതിനെപ്പറ്റി 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. സമർത്ഥമായ സൈനിക വിന്യാസത്തിനുള്ള സമയം തേടലും തെറ്റിദ്ധരിപ്പിക്കലും ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. അമേരിക്കയുടെ സൈനിക വിന്യാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. US-ന് പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ നിരവധി സൈനിക താവളങ്ങളുണ്ട്. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ, സൗദി അറേബ്യ, ഈജിപ്ത്, ഇറാഖ്, UAE എന്നിവിടങ്ങളിലെ സ്ഥിരം വ്യോമതാവളങ്ങളടക്കം 19 കേന്ദ്രങ്ങളിലായി 50,000-ഓളം സൈനികരാണുള്ളത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളമാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളം. US സെൻട്രൽ കമാൻഡിന്റെ മുന്നണി ആസ്ഥാനങ്ങളിൽ ഒന്നാണിത്. B-52, F-15, F-16 വിമാനങ്ങളടക്കം 100 കണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളും 10,000-കണക്കിന് സൈനികരും ഇവിടെയുണ്ട്. കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാൻ US ആർമിയുടെ പ്രധാന ലോജിസ്റ്റിക്സ് സപ്ലൈ കമാൻഡ് ഹബ്ബാണ്. ഇവിടുത്തെ തന്നെ അലി അൽസലേം എയർബേസ് സൈനിക നീക്കങ്ങൾക്കും സൈനികരെ എത്തിക്കുന്നതിനുമുള്ള എയർലിഫ്റ്റ് ഹബ്ബാണ്. ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി ബഹ്റൈൻ US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ്. UAE-യിലെ അൽ ദഫ്ര എയർബേസ് നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കും വ്യോമയുദ്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇറാഖിലും സിറിയയിലും അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങളുണ്ട്. ഈ വ്യോമത്താവളങ്ങളിലെ പോർ വിമാനങ്ങൾക്ക് പുറമെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് 30 യുദ്ധവിമാനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു.
ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിലെത്തിച്ചിട്ടുണ്ട്. 1 ഡസനോളം F-16 പോർ വിമാനങ്ങൾ ഇറ്റലിയിലെ താവളത്തിൽ നിന്നും സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താനിലേക്കും അമേരിക്ക മാറ്റിയിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസവും ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ഇറാനിലെ ഫോഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കുന്നതിന് ഇറാനിൽ നിന്ന് 3700 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലെ വ്യോമതാവളത്തിലേക്ക് അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. 6.2 മീറ്റർ നീളമുള്ള MOP ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക അമേരിക്കൻ ബോംബറാണ് B-2. റിസർച്ച് ഡെസ്ക് 24. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരുമായുള്ള 2 വിമാനങ്ങൾ ഡൽഹിയിലെത്തി. ഇറാന്റെ മഹാൻ എയർലൈൻസ് ആണ് പൌരന്മാരെ നാട്ടിൽ തിരികെ എത്തിച്ചത്. മഷ്ഹാദിൽ നിന്നെത്തിയ സംഘത്തിൽ 290 പേർ ഉണ്ട് എന്നാണ് വിവരം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ എന്താണ് അജീഷ്? രജിത്ത്, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 2ാം ബാച്ച് വിദ്യാർത്ഥികളുമായി മഹാൻ എയർവേസ് ഡൽഹിയിലെത്തിയത്. ആദ്യം ഇൻഡിഗോ വിമാനത്തിലായിരുന്നു 110 വിദ്യാർത്ഥികളുമായി വിമാനം ഡൽഹിയിലെത്തിയത്. ഇന്നലെ രാത്രിയിലാണ് മഹാൻ എയർവേസ് വഴി 290 വിദ്യാർത്ഥികളെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇത് ഭൂരിഭാഗം പേരും കശ്മീരി സ്വദേശികൾ തന്നെയാണ്. ഇവർക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റ് അടക്കം വിദേശകാര്യ മന്ത്രാലയം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും വിമാനങ്ങൾ ഈ ഭാഗത്ത് നിന്ന് എത്തുന്നുണ്ട്. ഇന്ന് തുർക്ക്മെനിസ്ഥാൻ വഴിയാണ് വിമാനങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി തന്നെയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത്. ഇന്ത്യയുടെ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് ഇറാന്റെ വ്യോമപാതയും താൽക്കാലികമായി തുറന്നിരുന്നു. ഇസ്രയേലിൽ കുടുങ്ങിയവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ ജോർദാൻ വഴിയോ ഈജിപ്ത് വഴിയോ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഏകോപിപ്പിക്കുന്നത്. ശരി, ഇന്ന് വൈകിട്ടോടെ 3ാമത്തെ വിമാനം എത്തും. ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുകയാണ്. വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിവേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രമം. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിലേക്ക് നയിച്ച ഭാരതാംബ ചിത്ര വിവാദത്തിൽ നിലപാടിൽ ഉറച്ച് ഇരുകൂട്ടരും. രാജ്ഭവനെതിരെ നിയമ നടപടിക്ക് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ തീരുമാനമെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സർക്കാർ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുന്നില്ല, നിയമോപദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിന്റെ ഭാവി ഇനി എന്താകുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് രാജ്ഭവൻ കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഉള്ളത്. ഈ നേരത്തെ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് പിന്നാലെ സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സർക്കാർ നിയമോപദേശം തേടിയത്. പക്ഷേ ആ നിയമോപദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനുശേഷമായിരിക്കും അത്തരത്തിലൊരു തുടർ നടപടി ഉണ്ടാകുന്നത്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നതാണ് രാജ്ഭവന്റെ നിലപാട്. പക്ഷേ ആ ആരോപണം നിലനിൽക്കില്ല എന്ന് സർക്കാരും വാദിക്കുന്നുണ്ട്. ഇതിൽ നിയമപരമായി പോകാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ മറ്റ് നടപടികൾ ചിലപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം. കാരണം നേരത്തെയൊക്കെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടാകുമ്പോൾ സർക്കാരിനെ നേരിട്ട് ഈ രേഖാമൂലം ഗവർണർ അറിയിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തുകൾ നൽകിയിരുന്നു. അത്തരത്തിൽ ചീഫ് സെക്രട്ടറിക്കോ സർക്കാരിനോ രാജ്ഭവൻ ഈ അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തയക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലായിരിക്കും ഒരു സർക്കാരിന്റെ നിലപാട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർക്ക് കത്ത് നൽകണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഈ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഗവർണർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പോർമുഖം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ അധികാരവും കടമകളും ഉൾപ്പെടെ പാഠപുസ്തകത്തിൽ പഠന വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടി ഇനി രാജ്ഭവൻ കൂടുതൽ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്ന് രാജ്ഭവൻ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന.
ശരി, എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗവർണർ സർക്കാർ പോരൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. നേതാക്കളുടെ പ്രതികരണം, രാജ്ഭവൻ സ്വീകരിക്കുന്ന തുടർ നിലപാട്, ഇതൊക്കെ അതിന്റെ സൂചനയാണ് നൽകുന്നത്. ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തുടരുന്നുണ്ട് CPIM നേതാക്കൾ, മന്ത്രിമാർ, പ്രധാനപ്പെട്ട നേതാക്കൾ, സർക്കാരിന്റെ ഭാഗമായുള്ള നേതാക്കളൊക്കെ. ഭാരതാംബ ചിത്രവിവാദത്തിൽ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോര് മുറുകവെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില ഗവർണർമാർ മനസ്സിലാക്കണമെന്ന് MA ബേബി തമിഴ്നാട്ടിൽ പറഞ്ഞു. ഗവർണർമാർ RSS കാര്യവാഹകമാരായി പ്രവർത്തിക്കരുതെന്നും MA ബേബി പറഞ്ഞു. RSSന്റെ പ്രവർത്തകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവരെ ഗവർണർമാരായി നിയമിച്ചാലും അത് മനസ്സിലാക്കാം. ഗവർണർമാരായി കഴിയുമ്പോൾ അവർ RSSന്റെ കാര്യവാഹകരായിട്ട് പ്രവർത്തിച്ചു, അവർ ഗവർണറായിട്ട് പ്രവർത്തിച്ചു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ ഭരണഘടനാ ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പക്വതയും ഭരണഘടനാ ബോധവും ഉള്ളവരെ വേണം ഇത്തരം ചുമതലകളെ ഏൽപ്പിക്കാൻ. താനിരിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ. യോഗയുടെ പ്രാധാന്യവും അതിന്റെ ഗുണഫലങ്ങളും ലോകമെമ്പാടുമുള്ള യോഗയുടെ സ്വാധീനവും ഓർമ്മിപ്പിക്കലാണ് ഈ ദിനം ഉദ്ദേശിക്കുന്നത്. കേവലം ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പുരാതന ഭാരതീയ ജീവിത രീതിയാണ് യോഗ. വിവിധ ആസനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും യോഗ വ്യക്തിക്ക് മാനസികവും ശാരീരികവുമായ ക്ഷേമവും സൗഖ്യവും വാഗ്ദാനം ചെയ്യുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. 177 രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രമേയം പാസാകുകയും 2015 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. യോഗയെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുവാനും പിരിമുറുക്കം നിറഞ്ഞ ജീവിതശൈലികളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു മാർഗമായി പ്രചരിപ്പിക്കാനുമാണ് യോഗാ ദിനം ആചരിക്കുന്നത്. പേശികളെ ബലപ്പെടുത്താനും ശരീരത്തിന് വഴക്കം നൽകാനും യോഗ സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, നടുവേദന, സന്ധിവേദന തുടങ്ങിയ അസുഖങ്ങൾക്കും യോഗ ആശ്വാസം നൽകുന്നു. ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. യോഗ എല്ലാവർക്കും ആരോഗ്യത്തിനും ലോകത്തിനും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ആഘോഷങ്ങളിൽ രാജ്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗാ സംഗമ പരിപാടി നടക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ധംപൂരിലെ മിലിറ്ററി സ്റ്റേഷനിൽ സൈനികർക്കൊപ്പം യോഗാദിന പരിപാടിയിൽ പങ്കെടുക്കും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, രാജ്യത്ത് വിപുലമായ പരിപാടികൾ യോഗാദിനത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള പരിപാടികൾ എങ്ങനെ, പ്രധാനപ്പെട്ട പരിപാടികൾ എങ്ങനെ, വിശദാംശങ്ങൾ അജീഷ്. റീജിത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യ പഥിലാണ്. ഇവിടെ ഇപ്പോൾ ഡൽഹി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി, യോഗ അഭ്യാസ പരിപാടിയാണ് നടക്കുന്നത്. JP നദ്ദയാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ കൂടാതെ തന്നെ ഡൽഹിയിൽ തന്നെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള യോഗ പരിപാടികൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് രാജ്യമെമ്പാടുമായി 3 ലക്ഷത്തിലധികം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് രാജ്യത്ത് വിശാഖപട്ടണത്ത് ഏറ്റവും വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അവിടെ 3 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. അവിടെ വിശാഖപട്ടണത്തിന് ആന്ധ്ര മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അദ്ദേഹം ജമ്മു കശ്മീരിലാണ്. അദ്ദേഹം ഉദ്ധംപൂരിൽ സൈനികർക്കൊപ്പമാണ് ഈ യോഗാ ദിനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ യോഗാ സംഗമം പരിപാടിയുടെ ഭാഗമായി ഒരേ സമയം രാജ്യത്തെ ഈ 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ദില്ലിയിലെ റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, കർത്തവ്യ പഥ് തുടങ്ങി 109 സ്ഥലങ്ങളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ നടക്കും. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കൂടാതെ രാജ്യത്തിന് പുറത്ത് ഏതാണ്ട് 191 രാജ്യങ്ങളിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള യോഗാ പരിപാടികൾ നടത്തുന്നുണ്ട്. യോഗയെ കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചതിന് പിന്നിൽ കാരണം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പോലും യോഗാ ദിനത്തിന്റെ ഭാഗമായി
ഭാഗമായി ഈ പരിപാടി നടത്തുന്നുണ്ട്. അവിടെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. എന്തായാലും ഈ ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന പരിപാടി ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പരിപാടി JP നദ്ദയാണ് തുടങ്ങിയിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ തൊട്ടപ്പുറത്ത് ഈ കർത്തവ്യപഥിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കൂടി പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ് രാജ്യം. ശരി, ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നോക്കാം ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സ്വന്തം നേട്ടത്തിനായി മാത്രമേ അമേരിക്ക പ്രവർത്തിക്കുന്നുള്ളൂവെന്നും മറ്റാരെയും പരിഗണിക്കുന്നില്ലെന്നും ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഉടൻ പരിഹരിക്കണമെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യയ്ക്ക് കുതിപ്പ്. 5 വർഷത്തിനുള്ളിൽ നിർമ്മാണം 10 ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തുമെന്നും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള റോഡിയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ദരിദ്രരായ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് BJPക്കും RSSനും ഇഷ്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി. ദരിദ്രർ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നതാണ് BJP നിലപാടെന്നും രാഹുൽ ആരോപിച്ചു. എക്സിലായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. ആക്ടിവിസ്റ്റ് ഗൗതം നവലക്ക് നൽകിയ ഹർജി പ്രത്യേക NIA കോടതി തള്ളി. സ്ഥിരമായി ഡൽഹിയിൽ താമസിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഭീമ കൊറേഗാവ് കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് ഗൗതം നവലക. കർണാടകയുമായുള്ള അതിർത്തി തർക്കത്തിന് പിന്നാലെ രൂപീകരിച്ച ഉന്നതാധികാര സമിതി പുനഃസ്ഥാപിച്ചു മഹാരാഷ്ട്ര. ഭൂരിപക്ഷം ആളുകൾ മറാഠി സംസാരിക്കുന്ന പ്രദേശങ്ങൾ മഹാരാഷ്ട്രയിൽ ലയിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി പിടികൂടിയെന്ന അമ്മയുടെ പരാതിയിൽ തെരച്ചിലിൽ നിന്ന് കൂടുതൽ സംഘമെത്തുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്നതിന് ഉൾവനത്തിലടക്കം തെരച്ചിൽ നടത്തും. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാകും ഇന്നത്തെ തെരച്ചിൽ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ രാത്രി അമ്മ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് വനവകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടന്നിരുന്നു. അതൊരു തോട്ടം മേഖലയാണ്. രാത്രി ഒരു വെല്ലുവിളിയായിരുന്നു ഈ തെരച്ചിലിന്. ഇപ്പോൾ നേരം പുലരുമ്പോൾ തെരച്ചിൽ എങ്ങനെയാണ്? 1 മണിക്കൂറുകളിൽ എങ്ങനെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? സൂരജ്. TK ക്രിസ്റ്റീന, ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടിയായിരുന്നു ഈ 6 വയസ്സുകാരിയെ കാണാതാകുന്നത്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകൾ റോഷ്നിയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഈ അമ്മ ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പുലി കടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടു എന്ന് അയൽവാസികളോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും അറിയിക്കുകയായിരുന്നു. പിന്നീട് വലിയ സംഘമാണ് ഇന്നലെ രാത്രി ഒക്കെ ഈ മേഖലയിലെത്തി തിരച്ചിൽ നടത്തിയത്. നേരം പുലരുന്നതുവരെ ഈ സംഘം തിരച്ചിൽ തുടർന്നു. പക്ഷേ കുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതോടുകൂടിയാണ് കൂടുതൽ സംഘത്തെ എത്തിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് നടക്കുന്നത്. ഇന്നലെ എല്ലാം തന്നെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലടക്കമാണ് നടന്നിരുന്നത്. തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിന്റെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ തെരച്ചിൽ നടത്തി. ഈ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉൾവനത്തിലേക്കടക്കം കയറിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി ഇന്ന് നടത്താനുള്ള ആലോചനയിലാണ് വനംവകുപ്പ് സംഘമുള്ളത്. TK ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന്. ഇന്നത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടില്ല. നാളെ മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുകാന്ത് സുരേഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയുമായ അന്വേഷണ സംഘം രാജസ്ഥാനിലും തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. സുകാന്തും IB ഉദ്യോഗസ്ഥയും ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞ് ഹോട്ടലിൽ താമസിച്ചതിന്റെ തെളിവടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. താനും യുവതിയും സൗഹൃദത്തിലായിരുന്നപ്പോൾ നടത്തിയ യാത്രകളാണെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയെ ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തമിഴ്നാട്ടിലും രാജസ്ഥാനിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കും. കണ്ണൂർ കായലോട് സദാചാരാക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. റസീനയെയും ആൺസുഹൃത്തിനെയും പരസ്യമായി അവഹേളിക്കാനും ഭീഷണിപ്പെടുത്താനും കൂട്ടുനിന്ന 3 പേർ കൂടി ഉണ്ട് എന്നാണ് സൂചന.
അതേസമയം കേസിലെ നിലവിലെ അന്വേഷണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് SDPIയുടെ തീരുമാനം. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് SDPI ഇന്ന് മാർച്ച് നടത്തും. സദാചാര ഗുണ്ടായസത്തിനെതിരെ ഇടത്, യുവജന, മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പറമ്പായിൽ വൈകിട്ട് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. പൊന്നാനി AIHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. നിയമനം കെമിസ്ട്രി വിഭാഗത്തിൽ. അഭിമുഖം മറ്റന്നാൾ. എറണാകുളം പാമ്പാക്കുട ഗവൺമെന്റ് HSSൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. കൂടിക്കാഴ്ച 24-ന് 10:30 നടക്കും. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി പള്ളിക്കുന്ന് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലേക്ക് മാറ്റുന്നു. നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതലാണ് മാറ്റം. അഭയകിരണം പദ്ധതിയുടെ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് അപേക്ഷ നൽകാം. അധ്യയന വർഷം ആരംഭിച്ചിട്ടും കോട്ടയം ഐമനം പഞ്ചായത്തിലെ കരീമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിന് പിന്നിലായുള്ള പാടശേഖരത്തിലെ മടവീഴ്ചയെ തുടർന്ന് സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്തിനടിയിലായതാണ് സ്കൂൾ തുറക്കാത്തതിന് കാരണം. പാടത്തെ വെള്ളം വറ്റിച്ച് സ്കൂൾ തുറക്കാൻ സാഹചര്യം ഒരുക്കണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. താഴ്ന്ന പ്രദേശമാണെങ്കിലും അത്ര വേഗത്തിലൊന്നും കരീമഠം സ്കൂളിന്റെ പരിസരത്ത് വെള്ളം കയറില്ലായിരുന്നു. അതിനുള്ള കാരണം കൃത്യമായി കൃഷിയും ബണ്ടുകൾ ബലപ്പെടുത്തുന്നതുമായിരുന്നു. എന്നാൽ ഇത്തവണ സമീപത്തെ പാടത്ത് കയറിയ വെള്ളം വറ്റിക്കാൻ പാടശേഖര സമിതി തയ്യാറായില്ല. ഇതോടെ സ്കൂളിലും വെള്ളം കയറി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴികെ മുഴുവൻ സ്കൂളുകളും തുറന്നിട്ടും കരീമഠം ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ മാത്രം തുറന്നിട്ടില്ല. നമുക്ക് വെള്ളം മട പൊട്ടി കയറുകയും ചെയ്ത്, അപ്പം അത് പാടശേഖരക്കാരത് അടിച്ചിറക്കാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് വെള്ളം പറ്റിക്കാൻ പറ്റും. അപ്പം നമ്മളത് PTA-ക്കാരായിട്ടും ഇവിടുത്തെ നാട്ടുകാരും ഒന്നടങ്കം എല്ലാവരും പറഞ്ഞ്, പക്ഷേ ഇത് ആ വെള്ളം ഈ സമയത്ത് ആ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. 27 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലുള്ളത്. 3 ആഴ്ചയിലെ അധിക ദിനങ്ങളാണ് ഇവർക്ക് നഷ്ടമായത്. ഇനിയും സ്കൂൾ തുറക്കാൻ വൈകിയാൽ ഈ കാലയളവിൽ പൂർത്തിയാക്കേണ്ട പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നാണ് അധ്യാപകർ പറയുന്നത്. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ട് ഓപ്പണായിട്ടുള്ള ഒരു പഠനം സാധ്യമായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠനം നിർത്തിവെക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അത് മെയ് മാസം മുതൽ തന്നെ, മെയ് മാസമല്ല ഏപ്രിൽ മാസം തന്നെ ഞങ്ങൾ ലൈബ്രറി ബുക്സ് ഒക്കെ ഞങ്ങൾ വായിക്കാൻ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. മെയ് മാസം മുതൽ മറ്റു ചില ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഐമനം പഞ്ചായത്ത്, കൃഷി ഓഫീസർ, പാടശേഖര സമിതി തുടങ്ങിയവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാടശേഖര സമിതി ഭാരവാഹികളുടെ ഉദാസീനതയ്ക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. 24 കോട്ടയം. കൂടുതൽ വാർത്തകളിലേക്കാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. നിലവിൽ 220 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 202 പേരുടെ മൃതദേഹം വിട്ടുനൽകി. മലയാളി രഞ്ജിത നായരുടെ മൃതദേഹവും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കൾ അഹമ്മദാബാദിൽ തുടരുകയാണ്. അതേസമയം അപകടത്തിന്റെ കാരണം അവ്യക്തമായി ഇപ്പോഴും തുടരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. 2 കാര്യങ്ങൾ. ഒന്ന്, മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. ഇപ്പോഴും മലയാളിയായ രഞ്ജിത ഉൾപ്പെടെയുള്ള പലരെയും തിരിച്ചറിയാനായിട്ടില്ല. 2, ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിലും അവ്യക്തത തുടരുകയാണല്ലോ. ഈ ബ്ലാക്ക് ബോക്സ് അയച്ച് പരിശോധന നടത്തും എന്ന കാര്യത്തിലൊക്കെ എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന റീജിത്ത്, ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നും ഈ DNA പരിശോധന അത് തുടരുക തന്നെ ചെയ്യും. കൂടുതൽ പേരുടെ
മൃതദേഹം അത് തിരിച്ചറിയാനുണ്ട്. മലയാളിയായ രഞ്ജിത നായരുടെ മൃതദേഹം അടക്കം തിരിച്ചറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന തുടരുകയാണ്. ചിലരുടെ മൃതദേഹമൊക്കെ ഈ പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലുള്ള സ്ഥിതിയിലുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ പാടുപെട്ട് തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ ഈ DNA പരിശോധന അത് തുടരുക തന്നെയാണ്. കൂടാതെ ഈ അന്വേഷണം അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഇവിടെ ഇപ്പോൾ നടക്കുകയാണ്. ഈ ബ്ലാക്ക് ബോക്സിന് അത് തകരാറെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് DGCയെ തന്നെ നിഷേധിക്കുകയുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു AIBയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അമേരിക്കയിലേക്ക് അയച്ച് അത് വീണ്ടും അത് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് അയച്ചു എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഈ അന്വേഷണം അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. UK-യും US ഏജൻസികളുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ശരി, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ വനിതയായ അനയ ബംഗാർ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ICCയോടും BCCIയോടുമുള്ള അനയയുടെ ആവശ്യം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ബാറ്റിംഗ് പരിശീലകനുമായ സഞ്ജയ് ബംഗാറുടെ മകൻ ആര്യൻ ബംഗാർ കഴിഞ്ഞ വർഷമാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വഴി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ആര്യൻ എന്നതിന് പകരം അനയ എന്ന പേരും സ്വീകരിച്ചു. ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനയ. ട്രാൻസ് വുമൻസിനെ വനിതാ ക്രിക്കറ്റിന്റെ ഭാഗമാക്കണമെന്നാണ് അനയയുടെ ആവശ്യം. സഹതാപം പിടിച്ചുപറ്റാനല്ല, സത്യം വെളിപ്പെടുത്താനെന്ന കുറിപ്പോടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ പരിശോധനാ ഫലങ്ങൾ പങ്കുവച്ചാണ് അനയയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. വനിതാ ക്രിക്കറ്റ് കളിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ലോകം ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. ICCക്കും BCCIക്കും മുന്നിൽ ഈ റിപ്പോർട്ടുകൾ പ്രതീക്ഷയോടെ വയ്ക്കുകയാണെന്നും അനയ പറയുന്നു. ICCയുടെ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ട്രാൻസ് വുമൻസിനെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല. കൃത്യമായ ചട്ടങ്ങൾ ഇല്ലാത്തത് ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുമെന്നും നേരത്തെ അനയ പറഞ്ഞിരുന്നു. ജൂനിയർ തലത്തിൽ പ്രാദേശിക ടീമിനായി കളിച്ചിട്ടുള്ള അനയ ഇപ്പോൾ UK-യിലാണ് താമസം. ക്രിക്കറ്റ് ലോകത്ത് നേരിട്ട ചില ദുരനുഭവങ്ങളും അനയ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചില താരങ്ങൾ നഗ്നചിത്രങ്ങൾ തന്റെ ഫോണിലേക്ക് അയച്ചെന്നും ഒരു സീനിയർ താരം കാറിൽ കയറാൻ ആവശ്യപ്പെടുകയും ഒരുമിച്ച് ഉറങ്ങാമെന്ന് പറഞ്ഞതായും അനയ വെളിപ്പെടുത്തിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാമെന്ന് ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. കരുൺ നായരും ജിതേഷ് ശർമ്മയും വിദർഭ ക്രിക്കറ്റ് ടീം വിടുമെന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ സീസണിൽ വിദർഭയെ രഞ്ജി ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് കരുൺ. മാഞ്ചസ്റ്റർ സിറ്റിക്ക് പിഴ ചുമത്തി പ്രീമിയർ ലീഗ്. കഴിഞ്ഞ സീസണിൽ നിരവധി തവണ മത്സരം തുടങ്ങാൻ വൈകിപ്പിച്ചതിനാണ് നടപടി. ഈ സീസണിനൊടുവിൽ വിരമിക്കുമെന്ന ചെക്ക് ടെന്നീസ് താരം പെട്ര ക്വിറ്റോവ. 35-കാരിയായ ക്വിറ്റോവ 2 വിംബിൾഡൺ കിരീടങ്ങൾക്ക് ഉടമയാണ്. റയൽ മാഡ്രിഡ് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ആശുപത്രി വിട്ടു. വൈറസ് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അൽ ഹിലാലിനെതിരായ മത്സരം താരത്തിന് നഷ്ടമായിരുന്നു. ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് ചരിത്രത്തിലാദ്യമായി പ്രതിമാസ അലവൻസ് പ്രഖ്യാപിച്ച കായിക മന്ത്രാലയം. ദേശീയ ക്യാമ്പിൽ ഇടം പിടിക്കുന്ന പുരുഷ വനിതാ താരങ്ങൾക്ക് ഓരോ മാസവും 25,000 രൂപ വീതമാണ് അലവൻസ് അനുവദിക്കുക. മിഷൻ ഒളിമ്പിക് സെൽ യോഗത്തിലാണ് തീരുമാനം. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ശേഷിക്കെ മുൾമുനയിൽ ഇരുമുന്നണികളും. ബൂത്തുതല കണക്കെടുത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDFും UDFും PV അൻവറും. ഇന്ന് രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്ന് ഇരുമുന്നണികളും വിലയിരുത്തുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ പ്രചാരണത്തിന്റെ ഘട്ടത്തിലൊക്കെ അൻവർ ഒരു വിഷയമേ അല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ അൻവറിന് കഴിയില്ല എന്ന പ്രതികരണമാണ് മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിതാ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് നിർണായകമാകും എന്ന് വിലയിരുത്തുന്നു മുന്നണികൾ. ഇന്നലെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിജയം ഉറപ്പ് എന്ന് വിലയിരുത്തുന്നുണ്ട്. UDF നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് നേതാക്കൾ പറയുന്നു. അങ്ങനെ കണക്കുകൂട്ടലിന്റെ ദിനമാണ്. ഇനി ഒരുപാട് മണിക്കൂറുകളൊന്നുമില്ല. തിങ്കളാഴ്ച രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ കഴിയും. അതിന് മുന്നോടിയായുള്ള നേതാക്കളുടെ മുന്നണികളുടെ പ്രതീക്ഷയും കണക്കുകൂട്ടലുകളും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വിപിൻ?
ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, ക്രിസ്റ്റീന. ഈ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് എങ്ങനെയായിരിക്കും, എവിടെ നിന്നല്ലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം അത് LDF-നും UDF-നും ഉണ്ട്. ആ ചോർത്തൽ ഏത് മേഖലയിൽ നിന്നായിരിക്കും കൂടുതൽ എന്നുള്ളതും ഒരു ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. LDF-നും UDF-നും ഇപ്പോഴും അവർ വിജയപ്രതീക്ഷയിലാണ്. ബൂത്ത് തല കണക്കുകൾ എടുക്കുമ്പോഴും വിജയിക്കും എന്നുള്ളതിൽ കുറഞ്ഞൊന്നും തന്നെ ഇരുകൂട്ടരും പറയുന്നില്ല. അതിൽ എടുത്തു പറയേണ്ടത് ഈ അമരമ്പലം, കരുളായി ഒഴിച്ചുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളും UDF-നൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അവരുടെ അവസാനത്തെ കണക്കുള്ളത്. അത് പ്രത്യേകിച്ച് വഴിക്കടവിൽ നിന്ന് നല്ല ലീഡ് ഉണ്ടാകും. അത് 4000-അപ്പുറത്തേക്ക് ലീഡ് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു കണക്കാണ് അവരുടെ കയ്യിലുള്ളത്. ഒപ്പം തന്നെ ഈ മുനിസിപ്പാലിറ്റിയും ഒപ്പം തന്നെ കരുളായി, അമരമ്പലം, പോത്തുകല്ല് അവിടെ വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്ന് LDF-ഉം കരുതുന്നുണ്ട്. ഇതൊരു വിജയത്തിലേക്ക് വന്നാൽ പോലും അത് വലിയൊരു വിജയമല്ലെങ്കിൽ പോലും ഒരു 5000 വോട്ടുകൾക്ക് താഴെ ഒരു ജയമുണ്ടാകും. ഒരു വലിയ രീതിയിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 15000 വരെ പോകാമെന്നുള്ളതും UDF കണക്ക് കൂട്ടുന്നു. എന്നാൽ PV അൻവർ ഫാക്ടറും അതുപോലെ തന്നെ UDF-ലെ ഭിന്നതയും അത് മുതലെടുക്കാനായി അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും ഒരു 5000 വോട്ടുകൾക്ക് ഒരു വിജയ സാധ്യത കാണുന്നു LDF. PV അൻവറിനെ സംബന്ധിച്ച് അവിടെ ഏകദേശം 20000 വോട്ടുണ്ട് എന്ന് പറയുമ്പോഴും LDF-ഉം UDF-ഉം ഒരു 6% വോട്ടുകൾ PV അൻവർ നേടുമെന്നുള്ളതാണ്. അതായത് ഒരു 10000 വോട്ടിൻ്റെ അടുത്ത് നേടും എന്നുള്ളത് മാത്രമാണ് കണക്ക്. അതിന് മുകളിലേക്ക് വോട്ടുകൾ നേടുകയാണെങ്കിൽ അൻവർ ക്യാമ്പ് പറയുന്നത് പോലെ ഒരു 20 to 25 ഇടയിലൊക്കെ നേടുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഈ ജയപരാജയങ്ങളെ തന്നെ നിർണ്ണയിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു അട്ടിമറി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇന്ന് 9 മണിക്കാണ് PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മാർത്തോമ സ്കൂളിൽ വെച്ചാണ് വോട്ടെണ്ണൽ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 3-ാം സ്ഥാനത്ത് PV അൻവർ വരുമെന്നുള്ളത് ഏറെക്കുറെ LDF-ഉം UDF-ഉം പറയാതെ പറയുന്നുണ്ടെങ്കിൽ BJP അങ്ങനെയാണെങ്കിൽ 4-ാം സ്ഥാനത്തേക്ക് പോകും. 4-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഒരു 7000-ഓളം വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ, അതല്ല അതിനേക്കാൾ കുറയുകയോ കൂടുകയോ ചെയ്താൽ അതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. വിപിനെ, ഒരു കാര്യം കൂടെ, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മികച്ച പോളിംഗ് ഉണ്ട്, അതിനുശേഷം ഫലം വന്നിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പുള്ള ഈ ഇടവേളയിൽ ഇന്ന് PV അൻവർ വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? അതെ, വോട്ട് ചോർത്തുക എന്നുള്ളതിനപ്പുറം വിജയമുണ്ട്, വിജയ സാധ്യത തന്നെയുണ്ട് എന്നുള്ളത് കണക്കുകൾ വെച്ച് പറയുക എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ LDF-ന്റെ ഭാഗത്ത് നിന്നുള്ള വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ, കുറച്ചുകൂടി വ്യക്തതയോടെ പറയുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളത്. ആദ്യഘട്ടത്തിൽ UDF-ൽ നിന്നും LDF-ൽ നിന്നും വോട്ടുകൾ ചോർന്നു എന്നുണ്ടെങ്കിൽ പോലും ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ കൃത്യമായി തന്നെ UDF-ലേക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ LDF-ൽ നിന്ന് വോട്ടുകൾ ചോർത്താനായി ചുങ്കത്തറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് LDF പ്രവർത്തകർ കൂടെ നിന്നു എന്നുള്ള ഒരു അൻവർ ക്യാമ്പ് പറയുന്നത്. അത് പറയുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ഇന്ന് ഒരു വാർത്താ സമ്മേളനം 9 മണിയോടുകൂടി PV അൻവർ വീട്ടിൽ വിളിച്ചിരിക്കുന്നത്. മറ്റ് അവകാശവാദങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ആവർത്തിക്കപ്പെട്ടേക്കാം. ശരി, PV അൻവർ എന്തായാലും ഇന്ന് 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 25,000-ലധികം വോട്ട് പിടിക്കും എന്നൊക്കെയാണ് അൻവർ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. എന്തായാലും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് തിങ്കളാഴ്ചയിലേക്കാണ്. തിങ്കളാഴ്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ്. ശശി തരൂർ വിവാദത്തിൽ മൗനം പാലിക്കാൻ KPCC നേതൃത്വം. ഹൈക്കമാൻഡിനുൾപ്പെടെ പലതവണ പരാതി പറഞ്ഞിട്ടും ഡോക്ടർ ശശി തരൂർ MP തിരുത്താത്തതിൽ നേതൃത്വത്തിന് അമർഷമുണ്ട്. എന്നാൽ തൽക്കാലം ശശി തരൂർ സൃഷ്ടിക്കുന്ന വിവാദങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഏറെക്കാലമായി സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയും ശശി തരൂരും രണ്ടു വഴിക്കാണ്. പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയും ശശി തരൂർ പ്രസ്താവനകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രചരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന പരാതി പരസ്യമാക്കി. നേതൃത്വത്തിന് തരൂരിന്റെ ഈ നിലപാടിൽ കടുത്ത എതിർപ്പാണുള്ളത്. എന്നാൽ തൽക്കാലം തരൂരിന് മറുപടി നൽകേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് KPCC നേതൃത്വം. വിവാദം സൃഷ്ടിച്ച് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ ശശി തരൂർ ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതിന് അവസരമുണ്ടാക്കി നൽകേണ്ട എന്ന നേതാക്കളിൽ ചിലർ നേതൃത്വത്തെ അറിയിച്ചു. ശശി തരൂരിനെ അവഗണിച്ചു തിരുത്താമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പുതിയ ലൈൻ. വിമർശനവും ഹൈക്കമാൻഡിന് പരാതി പറച്ചിലും ഗുണം ചെയ്തിട്ടില്ല. സമ്പൂർണ്ണ അവഗണനയിലൂടെ തരൂരിനെ തിരുത്താമെന്നുള്ളതാണ് പാർട്ടിയുടെ പുതിയ തീരുമാനം. എന്നാൽ ശശി തരൂരിന്റെ മനസ്സിലിരിപ്പ് ഇനിയും വ്യക്തമായിട്ടില്ല. BJP-യിലേക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളുമുണ്ടെന്നാണ് സംസാരം. നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോലും ശശി തരൂരിന് താൽപ്പര്യമുണ്ടെന്ന് ചില നേതാക്കൾ കണക്കുകൂട്ടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാകും തരൂർ വിവാദത്തിൽ പാർട്ടിക്കുള്ളിൽ പുതിയ അധ്യായം ആരംഭിക്കുക. 24
തിരുവനന്തപുരം. കോഴിക്കോട്ട് നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നു. കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നു. 2 ഇടങ്ങളിൽ നിന്നായി 25 കിലോ കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ 4 പേർ പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരം. പണിക്കർ റോഡ്, നടക്കാവ്, ഇംഗ്ലീഷ് പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. നടക്കാവ് വെള്ളയിൽ പോലീസുമായി സഹകരിച്ചാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. വനസംരക്ഷണം ഇനി കൂടുതൽ ഹൈടെക് ആകും. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്കീമിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 32 പേർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി. 2007 ശേഷം ആദ്യമായാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇത്രയും പേർ ഒരുമിച്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരാകുന്നത്. സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയ വിമർശനങ്ങളിൽ ഒന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷം. വനപാലകരുടെ വനത്തിനുള്ളിലെ പതിവ് പരിശോധനകളും റെയ്ഡും ഫലപ്രദമല്ലെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇത്രയധികം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ നേരിട്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. അങ്ങനെയിരിക്കെയാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്കീമിൽ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒന്നിച്ച് ലഭിച്ചത്. 24 തിരുവനന്തപുരം. കാനഡയിലെ ബാൻഫ് നാഷണൽ പാർക്കിൽ പാറക്കല്ല് ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. നിരവധി വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. അപകട സമയത്ത് പ്രദേശത്ത് 20ഓളം പേരുണ്ടായിരുന്നു എന്നാണ് വിവരം. നൈജറിൽ സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ 34 സൈനികർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. പ്രത്യാക്രമണത്തിൽ 10ലേറെ പേരെ വധിക്കാനായെന്ന് അധികൃതർ വ്യക്തമാക്കി. ലണ്ടനിലെ ഇറാൻ എംബസിക്ക് മുന്നിൽ ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന 7 പേർ പിടിയിൽ. ഇറാൻ ഇസ്രയേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ലണ്ടനിലുണ്ടായ പ്രതിഷേധത്തിനിടെയാണ് 2 പേർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വടക്കൻ ലണ്ടനിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കുറ്റസമ്മതവുമായി സഹോദരി കോടതിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 69കാരി ജെന്നിഫർ അബോട്ടിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണത്തിനിടെയാണ് സഹോദരി പെക്സ്റ്റസൺ കൃത്യം നടത്തിയതെന്ന് നിഗമനം. കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും ആക്ടിവിസ്റ്റുമായ മെഹ്മൂദ് ഖലീലിന് ജാമ്യം. 3 മാസത്തിലേറെ തടങ്കലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെയാണ് ട്രംപ് ഭരണകൂടം മെഹ്മൂദ് ഖലീലിനെ ജയിലിലടച്ചത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രതിയുമായ അന്വേഷണ സംഘം രാജസ്ഥാനിലും തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. സുഗാന്തും IB ഉദ്യോഗസ്ഥയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ താമസിച്ചത്. ഇതിന്റെ തെളിവടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതിൽ ശാസ്ത്രീയ തെളിവുകളടക്കം വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ഇതിനോടകം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഈ കേസിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? റിജിത്ത്, IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളായിരുന്നു. സുഗാന്ത ഈ IB ഉദ്യോഗസ്ഥയ്ക്ക് അയച്ച ചാറ്റുകൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ വീണ്ടെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഗാന്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ പരിശോധനയും തെളിവെടുപ്പും അന്വേഷണ സംഘം നടത്തിയത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും എത്തിച്ചായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം എറണാകുളത്ത് ഈ സുഗാന്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. പിന്നീടാണ് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടത്തിയത്. ഈ IB ഉദ്യോഗസ്ഥയുമായി ഈ സുഗാന്ത് ഈ ഇടങ്ങളിൽ പോയിരുന്നു. അവിടെ വച്ച് ഈ IB ഉദ്യോഗസ്ഥയെ ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ തെളിവുകളും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന നടപടികളിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഇന്ന് ഈ തിരുവനന്തപുരം കോടതിയിൽ സുഗാന്തിനെ ഹാജരാക്കും. ഇതിൽ ഈ ആത്മഹത്യക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ സുഗാന്ത് ആണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇത് സ്ഥിരീകരിക്കുന്ന എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടക്കം ഈ തെളിവുകളടക്കം കോടതിയിൽ പോലീസ് സമർപ്പിക്കും. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രം അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിജിത്ത. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരിവേട്ട. 2 ഇടങ്ങളിൽ നിന്ന് 25 കിലോ കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഷാഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷാഹദ്, എന്താണ് വിശദാംശങ്ങൾ?
ഷാഹദ് റഹ്മാൻ അല്പസമയത്തിനകം ചേരും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. കോഴിക്കോട് നഗരത്തിലാണ് വലിയ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത്. 2 ഇടങ്ങളിൽ നിന്നായാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. 2 ഇടങ്ങളിൽ നിന്നുമായി പിടികൂടിയ കഞ്ചാവ് 25 കിലോയിലധികമുണ്ട്. മലയാളി അടക്കം 4 പേർ പിടിയിലായിട്ടുണ്ട്. ഷാഹദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാഹദ്, വിവരങ്ങൾ എന്താണ് ഷാഹദ്? റിജിത്ത്, ക്രിസ്ത്യന, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ 2 കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 25 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നടക്കാവ് അതുപോലെ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനുകളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ പരിശോധന നടക്കുകയും പ്രതികളെ പിടികൂടുകയുമായി ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഇടങ്ങളിൽ നിന്നാണ് 25 കിലോ കഞ്ചാവ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് പണിക്കർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. മറ്റേത് നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ ലഹരി പിടികൂടിയിട്ടുള്ളത്. ഇത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വ്യാപകമായിട്ട് ഇത്തരത്തിൽ ലഹരി കൊണ്ടുവരുന്നു എന്ന് നേരത്തെ തന്നെ ഇത്തരത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി പരിശോധന നടത്തുകയും ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു മലയാളിയുണ്ട്, ബാക്കിയൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വരുന്നത് വലിയ രീതിയിലുള്ള ലഹരി വേട്ടയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്തായാലും ഈ സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ശരി, ഷാഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണാഘോഷത്തിലാണ് രാജ്യം. വിശാഖപട്ടണത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗാ സംഗമ പരിപാടിയാണ്. അതിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തത്സമയം साथियों, आज मुझे इस बात की खुशी है कि हम सभी विशाखापट्टनम में हैं। ये शहर प्रकृति और प्रगति दोनों की संगम स्थली है। यहां के लोगों ने इतना अच्छा आयोजन किया है। मैं चंद्रबाबू नायडू गारू और पवन कल्याण गारू को बधाई देता हूं। आपके नेतृत्व में आंध्र प्रदेश ने योगांध्रा अभियान का एक शानदार इनिशिएटिव लिया। मैं विशेष तौर पर नारा लोकेश गारू के प्रयासों की भी विशेष प्रशंसा करना चाहता हूं। योग का सोशल सेलिब्रेशन कैसे होना चाहिए, समाज के हर वर्ग को कैसे जोड़ना चाहिए, ये उन्होंने बीते 1-1.5 महीने के इस योगांध्र अभियान में करके दिखाया। और इसके लिए भाई लोकेश अनेक अनेक बधाई के पात्र है। और मैं तो देशवासियों को भी कहूंगा कि ऐसे अवसरों को किस प्रकार से सामाजिक स्तर पर गहराई से ले जाया जा सकता है, भाई लोकेश ने जो काम किया है उसको एक नमूने के रूप में देखना चाहिए। साथियों, मुझे बताया गया है कि योगांध्रा अभियान से 2 करोड़ से ज्यादा लोग जुड़े हैं। पब्लिक पार्टिसिपेशन की यही वो स्पिरिट है जो विकसित भारत का मुख्य आधार है। जब जनता खुद आगे बढ़कर किसी मुहिम को थाम लेती है,
किसी लक्ष्य को ओन कर लेती है तो उस लक्ष्य की प्राप्ति से हमें कोई रोक नहीं पाता। जनता जनार्दन की ये सदा इच्छा और आपके प्रयास यहां इस आयोजन में हर तरफ नजर आ रहे हैं। फ्रेंड्स, the theme of this year's International Day of Yoga is Yoga for One Earth, One Health. This theme reflects a deep truth. The health of every entity on earth is interconnected. Human well-being depends on the health of the soil that grows our food, on the rivers that gives us water, on the health of the animals that share our ecosystems, on the plants that nourish us. Yoga awakens us to this interconnectedness. Yoga leads us on a journey towards oneness with the world. It teaches us that we are not isolated individuals, but part of nature. Initially, we learn to take good care of our own health and wellness. Gradually, our care and concern extends to our environment, society, and planet. Yoga is a great personal discipline. At the same time, it is a system that takes us from me to we. साथियों, मी टू वी का ये भाव ही भारत की आत्मा का सार है। जब व्यक्ति अपने हित से അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിശാഖപട്ടണത്ത് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി. തുടർച്ചയായ 9ാം ദിവസവും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവില്ല. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അറാഗ്ചിയുടെ പ്രതികരണം. I stand before this august body to remind you of the legal and ethical responsibility each and every state member and observer of the Human Rights Council has to stand up against this grave injustice. Israel has launched an unprovoked aggression on Iran in stark violation of Article 2, Paragraph 4 of the Charter and in bold defiance of all the principles and rules that this Council stands for. ജനീവ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും യൂറോപ്പുമായല്ല അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹൈഫയിൽ 23 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഒരു വശത്ത് ഇറാൻ പറയുന്നു ഈ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന്. എന്നാൽ അമേരിക്കയുമായി ചർച്ചയാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ജനീവയിലായിരുന്നു ഇറാന്റെയും യൂറോപ്പിന്റെയും പ്രതിനിധികൾ ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയത്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഫലവുമില്ലാതെയാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. അമേരിക്കയുമായിട്ട് നേരിട്ട് ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒടുവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇറാന്റെ ഈ ഉന്നത ഡിപ്ലോമാറ്റ് അബ്ബാസ് അറാഗ്ചി പറയുന്നത് ഇറാൻ നയതന്ത്രത്തിൽ അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകളിലൊക്കെ വീണ്ടും മുന്നോട്ട് വരണമെങ്കിൽ ചെയ്ത കുറ്റങ്ങൾക്ക് ഉത്തരവാദിയായി ഇസ്രയേലിനെ പ്രഖ്യാപിക്കും
പ്രഖ്യാപിക്കണമെന്നാണ്. അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അവരുടെ പ്രതിരോധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് അബ്ബാസ് പറയുന്നത്. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തടയുവാൻ ശ്രമിക്കുന്ന ഈ യൂറോപ്യൻ നയതന്ത്ര ശ്രമങ്ങളെ എല്ലാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ യൂറോപ്പിനോടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അവർ അമേരിക്കയോടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ന്യൂജേഴ്സിയിൽ മാധ്യമപ്രവർത്തകരോടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞത്. ഇസ്രയേലിന്റെ ബോംബാക്രമണം അത് നിർത്തുവാൻ പറയുവാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് ട്രംപ് പറയുന്നു. പ്രത്യേകിച്ച് ഇസ്രയേൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. അത് ശക്തമായ രീതിയിലാണ് അവർ ആക്രമണം നടത്തുന്നത്. ഇറാൻ പതറുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ താൻ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഏറെ വിവാദമായ ഒരു പ്രസ്താവന ഇന്ന് മാധ്യമപ്രവർത്തകർ ന്യൂജേഴ്സിയിലെ മോറിസ് ടൗണിലെ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചത് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ല എന്ന ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ആ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. തുളസി ഗബാർഡിനെ തെറ്റുപറ്റിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ശരിക്കും ഇത് മാർച്ചിൽ സെനറ്റിന്റെ ഇന്റലിജൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ തുളസി ഗബാർഡ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നും അതുപോലെ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനി 2003 തന്നെ അദ്ദേഹം തന്നെ നിർത്തിവെച്ച ആണവായുധ പദ്ധതിക്ക് പിന്നീട് ഒരു കാലത്തും അംഗീകാരം നൽകിയിട്ടില്ലെന്നായിരുന്നു. ട്രംപിനെ ഇത് പ്രൊവോക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ട്രംപ് പറയുന്നത് തുളസി ഒരുപക്ഷെ ഭാവിയിൽ US പ്രസിഡന്റ് ആകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. അത് തള്ളിക്കളയുകയാണ്. ഇതോടുകൂടി ട്രംപിന് ദേഷ്യം വന്നതോടുകൂടി ഈ നിലപാട് തുൾസി ഗബാർഡ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇറാന് ആണവായുധം വേണമെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിർമ്മിക്കാമെന്നാണ് തുൾസി ഗബാർഡ് ഇപ്പോൾ പറയുന്നത്. ഇസ്രയേലി ബോംബുകൾ ഇറാനിൽ പതിക്കുമ്പോൾ ചർച്ചകൾ അസാധ്യമാണെന്നാണ് അതേസമയം ഇറാനിയൻ നിലപാട്. ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായല്ല ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്താനാണ് താല്പര്യം എന്ന പ്രതികരണമാണ് ട്രംപിൻ്റെതായി ജനീവ ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്നത്. ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ രാജ്യം. വിദേശകാര്യ മന്ത്രാലയം അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.